ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൊല്ലവർഷം 650-നും 750-നും ഇടയ്ക്കാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. പഴയ കാലത്തെ മറ്റു കവികളെപ്പോലെ തന്നെ എഴുത്തച്ഛനെക്കുറിച്ചും കാര്യമായ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചത്ത് തറവാട്ടിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് എന്ന് വിശ്വാസം. ചക്ക് ആട്ടി എണ്ണയെടുക്കുന്നതിനായിരുന്നത്രേ എഴുത്തച്ഛൻ്റെ കുടുംബത്തിൻ്റെ കുലത്തൊഴിൽ. എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഗവേഷണം നടത്തിയ ചില വിദഗ്ധർ അനേകം ശിഷ്യരുള്ള രാമൻ എന്നയാളാണ് എഴുത്തച്ഛൻ്റെ ഗുരു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ പല ഗുരുക്കന്മാരിൽ നിന്നായിരിക്കാം അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെന്നും കരുതുന്നവരുണ്ട്. എഴുത്തച്ഛൻ്റെ പേരിനെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. രാമാനുജൻ, രാമാനന്ദൻ, രാമദാസൻ, രാമൻ എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ പേരുകളായി അറിയപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഗുരുക്കന്മാരിൽ നിന്നും സംസ്കൃത കാവ്യങ്ങളും നാടകങ്ങളും വേദാന്തം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളും അദ്ദേഹം അഭ്യസിച്ചു. പിന്നീട് ദക്ഷിണേന്ത്യയിൽ സഞ്ചരിക്കുകയും തിരിച്ചെത്തി തൃക്കണ്ടിയൂർ ഒരു പാഠശാല സ്ഥാപിക്കുകയും ചെയ്തത്രേ. ഉയർന്ന ജാതിക്കാരുടെ മാത്രം കുത്തകയായിരുന്ന വിദ്യാഭ്യാസത്തിനെ ജനകീയമാക്കുന്നതിൽ എഴുത്തച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലും തമിഴിലും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചവർക്ക് മാത്രമേ ആ ഭാഷകളിലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങൾ വായിച്ച് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ പാണ്ഡിത്യമില്ലാത്തവർക്കു കൂടി ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. എഴുത്തച്ഛൻ്റെ ആദ്യ കൃതികളായി കരുതപ്പെടുന്നത് ദേവി മഹാത്മ്യവും ഭാഗവതവുമാണ്. അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയിലെ ദേവനാരായണ രാജാവിൻ്റെ ആവശ്യപ്രകാരമാണ് സംസ്കൃതം അധ്യാത്മരാമായണം മലയാള ലിപിയിൽ പകർത്തി എഴുതിയതെന്ന് കരുതുന്നു. അത് കഴിഞ്ഞയുടൻ തന്നെ ആ കൃതി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. അതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ കാലത്തിനു മുൻപ് തന്നെ രാമായണം അവലംബിച്ച് കൃതികൾ രചിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. രാമായണം യുദ്ധകാണ്ഡത്തെ ആധാരമാക്കി ചീരാമ കവി രചിച്ച രാമചരിതമാനസം ആണ് ഇന്ന് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത്. അക്കാലത്തൊരു വിശ്വാസമുണ്ടായിരുന്നു, കവിത എഴുതുന്ന സംഭവങ്ങൾ കവിയുടെ ജീവിതത്തിലും സംഭവിക്കും എന്ന് അറം പറ്റുക എന്നാണ് ഇതിന് പറയുക. ഈ ആപത്തൊഴിവാക്കാനാണ് അത്രേ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ അധ്യാത്മരാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികൾ രചിച്ചത്. എഴുത്തച്ഛന് കാവ്യം ചൊല്ലിക്കൊടുത്ത കിളി സരസ്വതീ ദേവിയുടെ കയ്യിലെ കിളിയാണെന്നും സങ്കല്പമുണ്ട്. കാര്യമെന്തായാലും കാവ്യങ്ങളിൽ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിൽ പ്രസിദ്ധമായി. കിളിപ്പാട്ട് പ്രസ്ഥാനം ആദ്യമായി കൊണ്ടുവരുന്നത് എഴുത്തച്ഛനായതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. പ്രധാന കിളിപ്പാട്ട് വൃത്തം കാകളിയാണ്. എഴുത്തച്ഛൻ ഉപയോഗിച്ചതും ഈ വൃത്തം തന്നെ. പലതരത്തിലുള്ള രാമായണങ്ങളുണ്ടായെങ്കിലും അവയിൽ അധ്യാത്മരാമായണത്തിനാണ് പ്രധാനം. ആദി മഹാകവിയായി വാത്മീകി രചിച്ചതും ആദ്യ കാവ്യമെന്ന് പ്രസിദ്ധമായതുമായ രാമായണം ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ജനപ്രീതി നേടിയിട്ടുള്ളതാണ്. പൂർവേഷ്യൻ രാജ്യങ്ങളിലെ ജനജീവിതങ്ങളിൽ രാമായണം ചെലുത്തിയിട്ടുള്ള സ്വാധീനം കുറച്ചൊന്നുമല്ല. അധ്യാത്മരാമായണ രചനകളിലൂടെ നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ് എഴുത്തച്ഛൻ ശ്രദ്ധിച്ചത്. അധ്യാത്മരാമായണത്തിൽ അതിമനോഹരമായി രീതിയിലാണ് സ്ഥലവർണ്ണനകൾ നടത്തിയിട്ടുള്ളത്. ഭക്തിക്കാണ് എഴുത്തച്ഛൻ ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രാമായണം കിളിപ്പാട്ട് പോലെ തന്നെ മുൻകാലത്ത് കേരളീയ ഗൃഹങ്ങളിൽ നിത്യവും ഭാരതം
കിളിപ്പാട്ട് വായിക്കുന്ന പതിവുണ്ടായിരുന്നു. മലയാള ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം കാലം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ ഓർമ്മിക്കപ്പെടുന്നതാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എഴുത്തച്ഛൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ് ഹരിനാമ കീർത്തനം. മനോഹര ശൈലിയിൽ സംഗീതാത്മകമായി രചിച്ച കൃതിയാണ് ഈ കീർത്തനം. കേരളത്തിൻ്റെ ഭക്തജനങ്ങൾ നിത്യവും ആലപിക്കാറുണ്ട്. ഉപനിഷത്തുകൾക്ക് തുല്യമായ രീതിയിൽ ദാർശനിക മൂല്യമുള്ള കൃതിയാണ് ഹരിനാമ കീർത്തനം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. സാമൂഹികമായി പിന്നോക്ക അവസ്ഥയിലായിരുന്ന ജനതയെ തത്വോപദേശം ചെയ്ത് സാംസ്കാരികമായി ഉയർത്തുക എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ ലക്ഷ്യം. അക്കാര്യത്തിൽ വലിയൊരളവ് വരെ ജ്ഞാനി വിജയിക്കുകയും ചെയ്തു. എഴുത്തച്ഛൻ ആധുനിക മലയാളത്തിൻ്റെ പിതാവായാണ് അറിയപ്പെടുന്നത്. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സാഹിത്യ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പാത തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ലളിതമായ സംസ്കൃത പദങ്ങൾ മലയാള പദങ്ങളുമായി കൂട്ടിക്കലർത്തി സുന്ദരമായ ശൈലിയിലാണ് അദ്ദേഹം കാവ്യങ്ങൾ രചിച്ചത്. ഇക്കാരണം കൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് പുരോഗതിയുണ്ടായി. 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷവും എഴുത്തച്ഛൻ ആവിഷ്കരിച്ച ഭാഷാശൈലിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ശ്രദ്ധേയമാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ പരിഗണിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഉത്തരരാമായണം, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ചിന്താരത്നം, ബ്രഹ്മാണ്ഡേ പുരാണം, ദേവി മാഹാത്മ്യം, 24 വൃത്തം എന്നിവയാണ്. ശതമുഖ രാമായണം, കൈവല്യ നവനീതം തുടങ്ങിയ കൃതികൾ അദ്ദേഹം തന്നെ എഴുതിയതാണോ എന്ന് തർക്കം നിലനിൽക്കുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ പ്രസിദ്ധമായ ചില വരികൾ: മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ, വഹ്നി സന്തപ്ത ലോകസ്താംബു ബിന്ദുന, സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അതുപോലെ മറ്റു ഒരു വരിയാണ്: വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തന്നോണം കാലേ കാലേ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി, രാജാക്കന്മാരുരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ കൃതികളിലെ വരികളാണ്. പ്രിയമുള്ളവരെ, ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.